നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സമ്മാനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അത് മറ്റൊന്നുമില്ല, മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മളെ കുട്ടികൾ നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് കാണുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പക്ഷെ നമുക്കൊരിക്കലും കുട്ടികളുടെ കണ്ണിനുള്ളിലിരുന്ന് കാണാനൊന്നും പറ്റില്ലല്ലോ. മാത്രമല്ല കുട്ടികൾ ഒരിക്കലും നമ്മളോട് എനിക്ക് കാഴ്ചക്കുറവുണ്ടെന്ന് പറയുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മളെ കുട്ടികളെ നന്നായി ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതൊരു വേള രക്ഷിതാക്കളെക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക അധ്യാപകർക്കായിരിക്കും. കാരണം നിങ്ങളെ കുട്ടികൾ നിങ്ങളെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ബോർഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും, ഒരു കോങ്കണൽ ആംഗിൾ ചെരിഞ്ഞിട്ട് നോക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പണ്ടത്തെ അധ്യാപകരൊക്കെ അതിനെ കാക്കദൃഷ്ടിയാണ്, അവന് ഭയങ്കര ബുദ്ധിയാന്നൊക്കെ പറയും. അത് അതുകൊണ്ടല്ല, പലപ്പോഴും അസ്റ്റിഗ്മാൻസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മസിൽ ഇംബാലൻസ് ഉണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ ചെരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ കണ്ണ് റബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ ചിലപ്പോൾ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇൻഫെക്ഷൻ വരിക, കണ്ണ് സൂക്കട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പലപ്പോഴും കുട്ടികൾ ഇടയ്ക്ക് മങ്ങിയ കാഴ്ചയാണ് വരുന്നത്, കാണുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന പറയാം, അങ്ങനെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. ചില കുട്ടികൾ ചിലപ്പോൾ രാത്രി മാത്രം കാഴ്ചക്കുറവായിട്ട് പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതും നോക്കുക. പിന്നെ ചില കുട്ടികൾ ഒരു കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും, രണ്ട് കണ്ണു കൂടി തുറന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നില്ല ടീച്ചറെ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ കളിക്കുമ്പോൾ സാധാരണ പിടിക്കുന്ന അകലത്തിൽ വരെ കണ്ണുകൂടെ അടുപ്പിച്ച് വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ഡേഞ്ചറാണ്, അതും ശ്രദ്ധിക്കണം. പിന്നെ വായിക്കുമ്പോൾ വരികൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മുകളിലത്തെ വരി വായിച്ചുകൊണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അടിയത്തെ വരി വായിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതും നമ്മൾ പ്രത്യേകമായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ കിട്ടില്ല, അതായത് ആയും അകലൊന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ കണ്ണെത്തുന്നിടത്ത് കയ്യെത്താത്ത ചില വിഷയം ടീച്ചർമാർക്ക് അത് വേഗം മനസ്സിലാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ വിഷ്വൽ ടാസ്കുകൾ, കാഴ്ച സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത അവസ്ഥ, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കണം.